ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനായിട്ടുള്ളത് ഹാരോഡ് ഡോമർ മോഡലാണ്. ഹാരോഡ് ഡോമർ മോഡൽ, സോളോ മോഡൽ, ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് 5-year പ്ലാനില് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത മോഡലാണ് ഹാരോഡ് ഡോമർ ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഓരോ രാജ്യങ്ങളുടെ കൺസിഡറേഷൻസിലേക്കും നമ്മൾ പോകുന്ന സമയത്ത് ആ ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു മോഡൽ കാണും. ഇപ്പം നമ്മൾ പറയാറില്ലേ, ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇന്ന വ്യക്തിയാണ് എന്റെ റോൾ മോഡൽ എന്ന് പറയാറില്ലേ. ദ സെയിം മാനർ ഓരോ എക്കണോമിക്കും അവരുടേതായിട്ടുള്ള ഗ്രോത്ത് മോഡൽസ് കാണും. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് 5-year പ്ലാനില് നമ്മൾ പരാമർശിക്കുന്ന മോഡലാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് 5-year പ്ലാനില് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ച മോഡലാണ് ഹാരോഡ് ഡോമർ ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത്. ബേസിക്കലി രണ്ട് എക്കണോമിസ്റ്റുകളായിട്ടുള്ള RF ഹാരോഡും അതേപോലെ തന്നെ ED ഡോമറും കൂടി ചേർന്നിട്ടാണ് ഹാരോഡ് ഡോമർ മോഡൽ എന്ന് പറയുന്നത് പുട്ട് ഫോർവേഡ് ചെയ്തത്. ഹാരോഡിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ടുവേർഡ്സ് എ ഡൈനാമിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ബേസിക്കലി ഫാക്ടേഴ്സ് എന്നുണ്ട്, ടുവേർഡ്സ് ഡൈനാമിക് എക്കണോമിക്സ് എന്നുണ്ട്. ഇത് പബ്ലിഷ് ചെയ്ത വർഷം 1948 ആണ്. ഇനി ഇത് ഹാരോഡിന്റെ ബുക്കാണ്. അതേപോലെ തന്നെ ഡോമറിന്റെ ബുക്കുണ്ട്. ബുക്കിന്റെ പേരാണ് എസ്സേസ് ഇൻ ദ തിയറി ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. ന്യൂയോർക്കിലാണ് പബ്ലിഷ് ചെയ്തത് 1957. ഇവര് രണ്ടുപേരും ആക്ച്വലി ഡിഫറെന്റ് സോർട്സ് ഓഫ് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് സോർട്സ് ഓഫ് ഐഡിയാസ് ആയിരുന്നു പറയുന്നതെങ്കിലും അവര് ഫൈനലി എത്തി നിൽക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരേ പോയിന്റ് തന്നെ ആയിരുന്നു. ഇവര് ബേസിക്കലി പറയുന്നത് ക്യാപിറ്റൽ അക്യുമുലേഷൻ എന്ന് പറയുന്നതിന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റൂള് നമ്മളുടെ എക്കണോമി ഫ്രെയിംവർക്കില് ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. ക്ലാസിക്കൽസ് ആയാലും കെനീഷ്യൻ എക്കണോമിസ്റ്റുകളായാലും രണ്ടു കൂട്ടരും ഇത്തരത്തിലുള്ള ക്യാപിറ്റൽ അക്യുമുലേഷന് വേണ്ടി തന്നെയായിരുന്നു സംസാരിച്ചത്. ഓൺ ദ സെയിം ഹാൻഡ് ഹാരോഡ് ആയാലും ഡോമർ ആയാലും ബേസിക്കലി എന്ത് തന്നെയാണ് പറയുന്നത്? ക്യാപിറ്റൽ അക്യുമുലേഷൻ, ഒരു രാജ്യത്ത് ക്യാപിറ്റൽ അക്യുമുലേഷൻ വേണം എന്നുള്ളത് തന്നെയാണ്. ഹാരോഡ് ഡോമർ മോഡലിന്റെ മെയിൻ ആയിട്ടുള്ള പോസ്റ്റുലേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ടാബ്ലേറ്റ് ചെയ്താൽ മാത്രമേ നമ്മളുടെ എക്കോണമിയിൽ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ടേക്ക് പ്ലേസ് ചെയ്യും. അതായത് നമ്മളുടെ എക്കോണമിയിൽ നമുക്ക് ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. ഈ റിസോഴ്സസിനെ എല്ലാം തന്നെ വളരെ കൃത്യമായി, വളരെ സ്യൂട്ടബിൾ ആയി സപ്പോസ് നമ്മൾ എംപ്ലോയ് ചെയ്തില്ലെങ്കിൽ that would create serious levels of problems. So നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ പൂർണ്ണ രൂപത്തിൽ വളരെ കൃത്യതയോടുകൂടി എംപ്ലോയ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ ബേസിക്കലി പറയുന്നത് ഈ ഒരു ഇൻക്രീസ് ഇൻ ദ ഇൻകം നമ്മൾ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ വരും. ഒന്ന്, ന്യൂ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബേസിക്കലി എന്തായിരിക്കും? ഒരു പൂർണ്ണ രീതിയിലല്ലാതെ അല്ലെങ്കിൽ റിമെയിൻ അൺയൂസ്ഡ് എന്നാണ് പറയുന്നത്. നമ്മളെ രാജ്യത്ത് ഒരുപാട് തരത്തിലുള്ള ക്യാപിറ്റൽ റിസോഴ്സസ് ഉണ്ട്. പക്ഷെ ആ ക്യാപിറ്റൽ റിസോഴ്സസിനെ നല്ല ചാനലൈസ് ചെയ്യുന്നില്ല, നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരുന്നില്ലെങ്കിൽ ഓഫ് കോഴ്സ് അത് പ്രോബ്ലംസിലേക്ക് ഈൽഡ് ചെയ്യും. നമുക്ക് പുതിയ രീതിയിലുള്ള ലേബർ പവറിലേക്ക്
അവരെ യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. പുതിയ പുതിയ ലേബറേഴ്സിനെ ഹയർ ചെയ്യുക, അവർക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അങ്ങനെയാവുമ്പോ എന്താണ്, നല്ല രീതിയിൽ സ്വാപ്പീവായിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് നമ്മുടെ എക്കോണമിയിൽ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഹാരോഡോമർ മോഡലിന് ഒരുപാട് രീതിയിലുള്ള അസംഷൻസ് ഉണ്ട്. ഒന്ന്, ഫുൾ എംപ്ലോയ്മെന്റ്, അതായത് നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ പൂർണ്ണ രൂപത്തിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ദർ ഇസ് നോ ഗവൺമെന്റ് ഇന്റർഫറൻസ്. ഗവൺമെന്റിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും എന്ത് ചെയ്യരുത്, കടന്നു വരാനായി പാടരുത്. അടുത്തത്, എക്സോജീനിയസ് ഫാക്ടർ എന്ന് പറയുന്നത് ഡസ് നോട്ട് എഫക്ട്സ് അവർ മോഡൽ. അതായത് we have basically two types of factors, endogenous factor and exogenous factors. So exogenous factors ന്റെ കൺഫർമേഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ പുറമേന്ന് നമ്മളെ സ്റ്റഡീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെയാണ് we call it as exogenous factors. So exogenous factors എന്ന് പറയുന്നത് നമ്മുടെ മോഡലിനെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് അത് പക്ക പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒന്നാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് പുറമേന്നുള്ള ഫാക്ടേഴ്സ് എന്തായാലും നമ്മളുടെ രാജ്യത്തിന്റെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. കാരണം നമ്മൾ ട്രേഡിംഗ് ആക്ടിവിറ്റീസിലേക്കൊക്കെ പോകുന്നതാണ്. നെക്സ്റ്റ് വൺ ഇസ് ദർ ഇസ് നോ ലാഗ് ഇൻ അഡ്ജസ്റ്റ്മെന്റ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ഇൻഫ്ലേഷൻ ഡിഫ്ലേഷണറി സിറ്റുവേഷൻ നമ്മുടെ എക്കോണമിയിൽ ടേക്ക് പ്ലേസ് ചെയ്യാനുള്ള കണ്ടീഷൻ ഉണ്ട്. അപ്പൊ അതിനോട് നമുക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ അതും ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസിലേക്ക് ഈൽഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങോട്ടേക്ക് പ്രൊസീഡ് ചെയ്യണം, മാച്ച് ചെയ്യണം, ഗൈഡ് ചെയ്യണം. അതർവൈസ് വി വോണ്ട് ബി ഏബിൾ ടു ഫോർമുലേറ്റ് ഇറ്റ് ഇൻ എ പ്രോപ്പർ മാനർ. അടുത്തത്, ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് എന്ന് പറയുന്നതും മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് എന്ന് പറയുന്നത് രണ്ടും എന്തായിരിക്കണം, ഇക്വേറ്റഡ് ആയിരിക്കണം. ഇൻകം, ഇൻവെസ്റ്റ്മെന്റ്, സേവിങ്, ഇതെല്ലാം എന്തായിരിക്കണം, വളരെ കൃത്യമായിട്ട് നമ്മൾ പ്ലഗ് ഇൻ ചെയ്യണം. നമ്മുടെ രാജ്യത്ത് ഒരിക്കലും എക്സസ് ആയിട്ട് റിസോഴ്സസ് കടക്കാൻ പാടില്ല. എക്സസ് ആയ റിസോഴ്സസ് കടന്നിട്ടുണ്ടെങ്കിൽ അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ്. നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കുമ്പോൾ പറയും ഇവിടെയാണ് കിടക്കുന്നത്. അവിടെ കടന്നിട്ട് കാര്യമില്ല. കാരണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ പൂർണ്ണ രൂപത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ. അപ്പോ ഇവിടെ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടാണ് സപ്പോസ് റിസോഴ്സ് കിടക്കുന്നതെങ്കിൽ ഇറ്റ് വോണ്ട് ഡു എനിത്തിങ്. അപ്പൊ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്രൈറ്റീരിയസ് നമ്മൾ റിസോഴ്സസിനെ നല്ല രീതിയിൽ എംപ്ലോയ് ചെയ്യുക. അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ എംപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്ടിവിറ്റി ഓഗ്മെന്റ് ചെയ്യാനായി സാധിക്കും. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ എപ്പോഴും ഇവിടെ ആയിരിക്കണം നമ്മൾ റിസോഴ്സ് അവൈലബിലിറ്റി അല്ലെങ്കിൽ റിസോഴ്സ് അറ്റാരൻസ് എന്ന് പറയുന്നത് കൊണ്ടുവരേണ്ടത്. അപ്പൊ ഇവിടെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 3 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, ഹൗ ക്യാൻ സ്റ്റഡി ഗ്രോത്ത് ബി അച്ചീവ്ഡ്? അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എങ്ങനെ നമുക്ക് സ്റ്റഡി ഗ്രോത്ത് എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യാനായി സാധിക്കും? രണ്ടാമത്തത്, സ്റ്റഡി ഗ്രോത്ത് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും? അടുത്തത്, നമ്മുടെ നാച്ചുറൽ ഫാക്ടേഴ്സിന് എങ്ങനെയാണ് ഇവിടെ ഒരു സീലിംഗ് പ്രോസസ്സ് കൊണ്ടുവരാനായിട്ട് സാധിക്കും? അപ്പൊ നമുക്ക് ഇവിടെ ഹാരോഡോമർ മോഡലില് ഒരുപാട് ഗ്രോത്ത് കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത്. The very first one is the actual growth rate. Actual growth rate നമ്മൾ G എന്നാണ് represent ചെയ്യുന്നത്. The next one is the warranted growth rate. Warranted growth rate നമ്മൾ GW എന്നുള്ളതാണ് പറയുന്നത്. And the third one is the natural growth rate. Natural growth rate നെ GN ആണ് നമ്മൾ നോട്ടേറ്റ് ചെയ്യുന്നത്. So ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബേസിക്കലി സേവിംഗ് റേഷ്യോ ആൻഡ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോനാണ് ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മളുടെ ടോട്ടൽ ഇൻകത്തിൽ വാട്ട് ഇസ് ദ പെർട്ടിക്കുലർ ലെവൽ ഓഫ് സേവിംഗ്, അതേപോലെ തന്നെ നമ്മളുടെ ടോട്ടൽ ഇൻകത്തിൽ വാട്ട് ഇസ് ദ പെർട്ടിക്കുലർ ലെവൽ ഓഫ് ക്യാപിറ്റൽ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്.
ഇതനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊസീഡ് ചെയ്യുന്നത്. വാറന്റഡ് ഗ്രോത്ത് റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഫുൾ കപ്പാസിറ്റി ഗ്രോത്ത് റേറ്റ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ പൂർണ്ണ രൂപത്തിൽ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഗ്രോത്ത് റേറ്റ് എന്നുള്ളതാണ് വാറന്റഡ് ഗ്രോത്ത് റേറ്റിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഫുൾ എംപ്ലോയ്മെന്റ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയാറുണ്ട്. അവിടെ ബേസിക്കലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെൽഫെയർ ഗ്രോത്ത് റേറ്റ് എന്ന് പറയും. ഒരു രാജ്യത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ എല്ലാം പൂർണ്ണ രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള കണ്ടീഷനെയാണ് നമ്മൾ ബേസിക്കലി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ആദ്യത്തേത് നോക്കാം. ദ വെരി ഫസ്റ്റ് വൺ ഇസ് ദ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ്. സോ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് നമ്മൾ ബേസിക്കലി ഇക്വേഷന്റെ ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അത് എഴുതുന്നത് GC is equal to S എന്നാണ്. G എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ആണ്. C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർജിനൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആണ്. S എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേവിങ് ഇൻകം റേഷ്യോ ആണ്. ഇത് നമ്മൾ ഈ ഇക്വേഷനിൽ ടാബുലേറ്റ് ചെയ്യാണ്. സോ GC is equal to S ആണ്. G എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ്. ആക്ച്വൽ ഗ്രോത്ത് റേറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡെൽറ്റ Y ബൈ Y എന്നാണ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ജിനെ. സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് I ബൈ I എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഇൻവെസ്റ്റ്മെന്റ് I ബൈ ഡെൽറ്റ Y എന്നാണ്. ഇനി നമ്മൾ ബേസിക്കലി സേവിങ് ഇൻകം എന്ന് പറഞ്ഞാൽ സേവിങ് S ആൻഡ് ഇൻകത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് Y. ഇങ്ങനെയാണ് ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഇക്വേഷനിൽ നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ Y ബൈ Y ഇൻറ്റു I ബൈ ഡെൽറ്റ Y is equal to S ബൈ Y. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡെൽറ്റ വൈയും ഡെൽറ്റ വൈയും ക്യാൻസൽ ചെയ്ത് പോകും. സോ I ബൈ Y is equal to S ബൈ Y ആണ്. Now Y and Y gets cancelled. So actual growth rate എന്ന് പറയുമ്പോൾ എന്താണ്, സേവിങ് is equal to ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള കണ്ടീഷനിലേക്കാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, ഒറിജിൻ ചെയ്ത് പോകുന്നത്. സോ ദിസ് ഇസ് ദ പെർട്ടിക്കുലർ ലെവൽ ഓഫ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ്. നമ്മളുടെ ജനങ്ങൾ സേവ് ചെയ്യുന്നു. ആ സേവ് ചെയ്ത് കയ്യിൽ ചുമ്മാ വെക്കുകയല്ല വേണ്ടത്, മറിച്ച് എന്താ വേണ്ടത്, ആ വെച്ചിരിക്കുന്ന ഇൻകത്തിനെ അല്ലെങ്കിൽ ആ വെച്ചിരിക്കുന്ന സോഴ്സിനെ ആംബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിലേക്ക് ചാനലൈസ് ചെയ്യുക. അങ്ങനെ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിലേക്ക് ചാനലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് എക്കണോമിക് ഗ്രോത്ത് ടേക്ക് പ്ലേസ് ചെയ്യും എന്നുള്ളതാണ് അവിടെ കൺസേൺ ആയി പറയുന്നത്. ദി നെക്സ്റ്റ് വൺ ഈസ് ദ വാറന്റഡ് ഗ്രോത്ത് റേറ്റ്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വാറന്റഡ് ഗ്രോത്ത് റേറ്റ് ആണ്. ഇവിടെ വാറന്റഡ് ഗ്രോത്ത് റേറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് GWCR is equal to S എന്നാണ്. GW എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വാറന്റഡ് ഗ്രോത്ത് റേറ്റ് ആണ്. CR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ വാറന്റഡ് ഗ്രോത്ത് റേറ്റ് ആണ്. S എന്ന് പറഞ്ഞാൽ സേവിങ് ഇൻകം റേഷ്യോ ആണ്. S എന്ന് പറഞ്ഞാൽ സേവിങ് ഇൻകം റേഷ്യോ ആണ്. നമ്മൾ എപ്പോഴും പറയുന്നത്, സപ്പോസ് നമ്മളുടെ എക്കോണമിയില് G ഗ്രേറ്റർ ദാൻ GW ആണ്. അതായത് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് വാറന്റഡ് ഗ്രോത്ത് റേറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് വരും. എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന വാറന്റഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, അതായത് ഫുൾ കപ്പാസിറ്റി ഗ്രോത്ത് റേറ്റ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് ഇന്ന റിസോഴ്സസ് എല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത്ര ഡെവലപ്മെന്റ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഗ്രോത്ത് റേറ്റിനെയാണ്
വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സപ്പോസ് അവർ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിനേക്കാളും ഹയർ ആണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മളുടെ എക്കോണമിയിൽ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് കണ്ടീഷൻ ആയിരിക്കും ഒക്കർ ചെയ്യുന്നത്. സപ്പോസ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിനേക്കാളും കുറവാണെങ്കിൽ ഡിഫ്ലേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് ആണ് ഒക്കർ ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ പോസ്റ്റുലേറ്റ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ ജഡ്ജ് ചെയ്യുന്ന കാര്യത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധ്യതകളുണ്ട്. അതിനെ നമ്മൾ കൃത്യമായിട്ട് ട്രാപ്പ് ചെയ്യുക അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷനാണ്. The next one is the natural growth rate. Natural growth rate എന്ന് പറഞ്ഞാൽ നമ്മൾ നാച്ചുറൽ റിസോഴ്സസിനെ എംപ്ലോയ് ചെയ്ത് നമുക്ക് മാക്സിമം എത്താൻ പറ്റുന്ന ഗ്രോത്ത് റേറ്റ് കണ്ടീഷനെയാണ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നാച്ചുറൽ റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് മാക്സിമത്തിൽ എത്താൻ പറ്റുന്ന ഗ്രോത്ത് റേറ്റ് കണ്ടീഷനെയാണ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്നുള്ളത് കൊണ്ട് നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. GN എന്നുള്ളതാണ് നമ്മൾ അവിടെ ബേസിക്കലി അതിനെ നൊട്ടേറ്റ് ചെയ്യുന്നത്. ഹാരോഡോമർ മോഡലിന്റെ ബേസിക് ആയിട്ടുള്ള അസംഷൻസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ബേസിക്കലി പറയുന്നത് ഇവർ അഡ്വക്കേറ്റ് ചെയ്യുന്ന ടെക്നിക്കൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് ലേബർ ഓഗ്മെന്റിങ് അല്ലെങ്കിൽ ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ് ആണ്. നമുക്ക് ക്യാപിറ്റലും ഉണ്ട്, ലേബർ ഓഗ്മെന്റിങ്ങും ഉണ്ട്. കൂടുതൽ മെഷീൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ, കൂടുതൽ ലേബറേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ലേബർ ഇൻഡെക്സ്. അപ്പൊ ഇതിൽ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗവേണിംഗ് ഫാക്ടറാണ്. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഇൻപുട്ട് കോമ്പിനേഷൻ നമ്മൾ ഉപയോഗിക്കുന്നു. ഈ ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ കൃത്യമായി എത്ര 10% ഇൻപുട്ട് ഉപയോഗിച്ചാൽ 10% തന്നെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണേ. ദർ ഇസ് ന്യൂട്രൽ. സോ ഇവിടെ ഹാരോഡോമർ മോഡല് ആക്ച്വലി പോസ്റ്റുലേറ്റ് ചെയ്യുന്നത് ഹൗ യു മൂവ് അഹെഡ് അല്ലെങ്കിൽ ഹൗ യു ഫോർമുലേറ്റ് ദ പോളിസി ഡോക്യുമെന്റ് എന്നതിനെ കുറിച്ചാണ്. ഹാരോഡോമർ മോഡലില് ഹാരോഡ് മോഡൽ ബേസിക്കലി ഓതറൈസ് ചെയ്യുന്ന പോളിസി ഇംപ്ലിക്കേഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സേവിങ്സ് ഈസ് എ വെർച്യു. അത് അങ്ങനെയാണ് അവർ പറയുന്നത്. സേവിങ്സ് ഈസ് എ വെർച്യു ഇൻ എനി ഇൻഫ്ലേഷണറി ഗ്യാപ്പ് ആൻഡ് വൈസ് വേഴ്സ ഇൻ എ ഡിഫ്ലേഷണറി ഗ്യാപ്പ്. സേവിങ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ വരികയാണെങ്കിൽ അത് വളരെ ഫേവറബിൾ ആണ്. ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ഉള്ള ഒരു എക്കണോമിക് പാറ്റേൺ ആണെങ്കിൽ സേവിങ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. എന്നാൽ ഡിഫ്ലേഷണറി കണ്ടീഷൻ ഉള്ള ഒരു എക്കണോമിക് കണ്ടീഷൻ അല്ലെങ്കിൽ കൺസിഡറേഷനിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും നമുക്ക് എന്തായി പറയാൻ പറ്റില്ല, ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയി പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമുക്ക് ആവശ്യം എന്താ വെച്ചാൽ വി ഹാവ് ആംബിൾ എമൗണ്ട് ഓഫ് സേവിങ്, വി ഹാവ് ആംബിൾ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. സോ ഈ സേവിങ്ങിനെയും ഇൻവെസ്റ്റ്മെന്റിനെയും പ്രോപ്പറായി ചാനലൈസ് ചെയ്യുക, മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ. നെക്സ്റ്റ് കംസ് ദ ഡോമർ മോഡൽ. നമ്മളിവിടെ ബേസിക്കലി ഹാരോഡ് മോഡൽ പറഞ്ഞു, അതേപോലെ തന്നെയാണ് ഡോമറിന്റെ മോഡലിലേക്ക് വരുന്നത്. ഇദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് E.D. ഡോമർ എന്നുള്ളതാണ്. ഇദ്ദേഹം ഇൻവെസ്റ്റ്മെന്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അദ്ദേഹം പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് വഴി നമ്മുടെ രാജ്യത്തെ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇൻകം നമുക്ക് മൊബിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ബേസിക്കലി പറയുന്നത് YD is equal to I/D എന്നുള്ളതാണ്. YD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇഫക്റ്റീവ് ഡിമാൻഡ്. ഇഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മാൽത്തസ് ആണ് കൊണ്ടുവന്നത്. സോ അവിടെ നമ്മൾ ബേസിക്കലി പറയുന്ന ഫാക്ടർ എന്താ വെച്ചാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിമാൻഡ് ദാറ്റ് ഇസ് ഇൻകേർഡ് ഇൻ അവർ എക്കോണമി. നമ്മുടെ എക്കോണമിയിൽ പൂർണ്ണമായിട്ടുള്ള ടാബുലേഷൻ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് പോസ്റ്റുലേറ്റ് ചെയ്യുന്നതിനെയാണ് YD എന്നുള്ള നൊട്ടേഷൻ വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്.
ഡി എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ആണ്. സോ ഈ ഒരു റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യുന്നത്, മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ സപ്ലൈ സൈഡ് ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷനിലേക്ക് പോയാലും ഡിമാൻഡ് സൈഡ് ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷനിലേക്ക് പോയാലും രണ്ടും ഇത് തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം ഇക്വിലിബ്രിയം ഫാക്ടർ എന്ന് പറയുമ്പോൾ സപ്ലൈ സൈഡ് ഇസ് ഈക്വൽ ടു ദ ഡിമാൻഡ് ഫാക്ടർ ആണ്. സോ ഇവിടെ സപ്ലൈ സൈഡ് ഓഫ് ദ ഡോമർ മോഡലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് y is equal to yes. നമുക്ക് ഇവിടെ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ ഇൻറ്റു കെ ആണ്. y എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ആണ് ആൻഡ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റലിനെ. കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ ക്യാപിറ്റൽ ആണ്. അതായത് ഒരു രാജ്യത്തിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ ക്യാപിറ്റൽ റിസോഴ്സസിനെ പൂർണ്ണമായിട്ടുള്ള രൂപത്തിൽ നമ്മൾ എംപ്ലോയ് ചെയ്യുന്നത് ആണ്. അതിനെയാണ് നമ്മൾ ബേസിക്കലി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ സപ്ലൈ കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞു എപ്പോഴും നമ്മൾ ടാബുലേറ്റ് ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്കാണ് നമ്മൾ പോകാറുള്ളത്. ആ ഇക്വിലിബ്രിയം ഫാക്ടർ എന്ന് പറയുന്നതിലേക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും തന്മൂലം നമ്മൾ ഓതറൈസ് ചെയ്യാനും ശ്രമിക്കും. സോ ഡിമാൻഡ് ഇവിടെ നമുക്ക് കിട്ടി, ഈ ഇക്വേഷനിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. സോ I by D. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ഇക്വിലിബ്രിയം കണ്ടീഷൻ, ഡോമറിലെ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആയിട്ട് നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുന്നു. സോ പ്രൊഡക്ടിവിറ്റി, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്യാപിറ്റലിനെ കൃത്യമായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ അവർ ബേസിക്കലി പറയുന്നത് എന്താ, നമ്മളുടെ ഡിമാൻഡ് നൊട്ടേഷൻ എന്ന് പറയുന്നത് വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ പൂർണ്ണ രൂപത്തിൽ എംപ്ലോയ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ ആണ്. എങ്കിൽ മാത്രമേ റിസോഴ്സസ് ഒന്നും വെറുതെ കിടക്കാൻ പാടില്ല. റിസോഴ്സസിനെ മാക്സിമം പൊട്ടൻഷ്യാലിറ്റിയോട് കൂടി ഉപയോഗിക്കണം, മാക്സിമം പ്രൊഡക്ടിവിറ്റി നമുക്ക് ഈൽഡ് ചെയ്യാനായിട്ടും സാധിക്കും. ഡോമർ മോഡലിന് ഒരുപാട് തരത്തിലുള്ള അസംഷൻസ് ഉണ്ട്. ഫസ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് മൾട്ടിപ്ലയറിന്റെ പ്രോസസ്സിലൂടെയാണ് അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമുക്കറിയാം ഇൻകം മൊബിലൈസ്ഡ് ആകുന്നു, ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി മൊബിലൈസ്ഡ് ആകുന്നു, തന്മൂലം എക്കണോമിയിൽ സ്റ്റെബിലിറ്റി വരുന്നു. പ്രൊഡക്ടിവിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എക്കോണമിയിൽ വളരെ കൃത്യമായിട്ട് ഇൻബിൽറ്റ് ആകുന്നു. അടുത്തത് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സാധാരണ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി അല്ല, ഒരു ഇൻഡ്യൂസ്ഡ് പാറ്റേൺ, അതായത് ഇൻവെസ്റ്റ്മെന്റിനെ മാക്സിമം മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമായിട്ട് വരുന്നത്. അതേപോലെ പാസ്റ്റ് ആൻഡ് പ്രസന്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ദേ ഹാവ് എ ഗ്രേറ്റ് റോൾ ടു പെർഫോം എന്നാണ് പറയുന്നത്. സോ ഇവിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ റിസോഴ്സസിനെ വളരെ കൃത്യമായിട്ട് എംപ്ലോയ് ചെയ്യണം. റിസോഴ്സസ് അവൈലബിൾ ആണ്, പക്ഷെ ആ റിസോഴ്സസിനെ നല്ല രീതിയിൽ നമ്മൾ ടാബുലേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ that would result in multiple levels of problems. പിന്നെ നമ്മൾ ഹാരോഡ് ആൻഡ് ഡോമർ മോഡലിന്റെ കണ്ടീഷൻ അല്ലെങ്കിൽ ക്രൈറ്റീരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഹാരോഡ് മോഡൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഹാരോഡ് മോഡൽ പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഐഡിൽ കപ്പാസിറ്റി കിടക്കുന്നുണ്ടെന്നാണ്. അതായത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ ഒന്നും തന്നെ നമ്മൾ പൂർണ്ണ രൂപത്തിൽ ഉപയോഗിക്കുന്നില്ല. സോ വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ്ലി ഇസ് വി ഷുഡ് മേക്ക് യൂസ് ഓഫ് these resources in a well established manner. അടുത്തത് ലേബർ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആയിട്ടാണ് നമ്മൾ ജനറലി പറയുന്നത്. ഇനി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ക്വൈറ്റ് അൺഡിറ്റർമൈൻഡ് ആണെന്നാണ് പറയുന്നത്. അതായത് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ ആ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിനെ കൃത്യമായിട്ടുള്ള രൂപത്തിൽ ഉപയോഗിക്കാനായിട്ടോ അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യാനായിട്ടോ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ബേസിക്കലി പറയുന്നത്. അൺസ്റ്റേബിൾ ആയിട്ടുള്ള മെക്കാനിസം ആണ്. നമുക്ക് മുന്നോട്ടേക്ക് പോകണം, വി ഹാവ് ടു പ്രൊസീഡ്, അത് നമ്മൾ ഗൈഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആ ഫാക്ടറിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലെങ്കിൽ അതും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് വരും. ഇവിടെ പറയുന്നത്
ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളുടെ രാജ്യത്തെ പ്രശ്നം അണ്ടർ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അണ്ടർ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ, ഐ മീൻ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർ അല്ലെങ്കിൽ അതും പ്രോബ്ലം ആണ്. ലേബർ ഷോർട്ടേജ്, അതും ഒരു ക്രോണിക് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. സോ നമ്മള് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് എല്ലാം മറികടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പറയുന്നത്, വളരെ വലിയ രീതിയിലുള്ള ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റി ഒറിജിനേറ്റ് ചെയ്യാനായി സാധിക്കും. ഈ രണ്ട് മോഡലിലും ബേസിക്കലി പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ എക്കണോമിക് സ്റ്റെബിലിറ്റിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണമെങ്കിൽ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ സ്ഥാനം കൊടുക്കേണ്ട പൊസിഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ടേക്ക് യൂസ് ഓഫ് റിസോഴ്സസ് ഇൻ എഫിഷ്യന്റ് മാനർ. റിസോഴ്സസിനെ പലപ്പോഴും നമുക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ ടാബുലേറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കാറില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഒരു ഫോർമേഷനിലേക്ക് പോണു അല്ലെങ്കിൽ റിസോഴ്സസിനെ എഫിഷ്യന്റ് ആയിട്ട് എംപ്ലോയ് ചെയ്യുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിക്കും, നമ്മുടെ രാജ്യത്ത് എക്കണോമിക് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ടേക്ക് പ്ലേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മളിവിടെ പഠിക്കുന്നത് ഹാരോ-ഡോമർ ഗ്രോത്ത് മോഡലിനെ കുറിച്ചാണ്. ഹാരോ-ഡോമർ ഗ്രോത്ത് മോഡൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സിംഗിൾ മോഡലായിട്ട് പഠിക്കാനായിട്ടില്ല, രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഹാരോഡും ഡോമറിന്റെയും രണ്ടും കമ്പൈൻഡ് ആയിട്ടുള്ള വെർഷനാണ് ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. RF ഹാരോഡും അതേപോലെ ED ഡോമറും കൂടി പോസ്റ്റുലേറ്റ് ചെയ്തതാണ് ഹാരോ-ഡോമർ ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത്. ഇവിടെ ടുവേർഡ്സ് ഡൈനാമിക് ഫാക്ടർ അല്ലെങ്കിൽ എക്കണോമിക്സ് 1948, ഡോമറിന്റെ എസ്സേസ് ഇൻ ദ തിയറി ഓഫ് എക്കണോമിക് ഗ്രോത്ത് 1957. ക്യാപിറ്റൽ അക്യുമുലേഷന് പോസിറ്റീവ് ആയിട്ടുള്ള ഗ്രോത്ത് പാറ്റേൺ ഉണ്ട് എന്നുള്ളതാണ് ഹാരോ-ഡോമർ മോഡൽ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. സ്റ്റഡി ഗ്രോത്ത് റേറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ, അതെങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും, നാച്ചുറൽ ഫാക്ടേഴ്സ് നമ്മളുടെ ഗ്രോത്തിന് സീലിംഗ്സ് പ്ലേസ് ചെയ്യുന്നുണ്ടോ മുതലായ കണ്ടീഷൻസ് ആണ് ഇവിടെ വരുന്നത്. ഇതിന്റെ അസംഷൻസ് ഫുൾ എംപ്ലോയ്മെന്റ്, ഗവൺമെന്റ് ഇന്റർഫറൻസ് ഇല്ല, എക്സോജീനിയസ് ലാക്സ് ഇല്ല, APS ഈക്വൽസ് MPS, ഇൻകം ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് സേവിംഗ് മൊബിലൈസേഷൻ, ഇതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആക്ച്വൽ ഗ്രോത്ത് റേറ്റ്, വാറന്റഡ് ഗ്രോത്ത് റേറ്റ്, നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്, ഇങ്ങനെ 3 കോൺസെപ്റ്റ് ആണ് GR ആൻഡ് GN. ഇവിടെ നമ്മൾ നൊട്ടേഷൻസ് പറഞ്ഞു, ആക്ച്വൽ ഗ്രോത്ത് റേറ്റ്, അതേപോലെ തന്നെ നമ്മൾ ബേസിക്കലി വാറന്റഡ് ഗ്രോത്ത് റേറ്റ്, ആൻഡ് ദെൻ വി ഹാഡ് ദ നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്. ടെക്നോളജിക്കൽ പ്രോഗ്രസ്, ഏത് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലേബർ ഓഗ്മെന്റിങ് അല്ലെങ്കിൽ ന്യൂട്രൽ പ്രോഗ്രസ്. ഇതിന്റെ ബേസിസിലാണ് നമ്മൾ ബേസിക്കലി എന്ത് ഫോർമുലേറ്റ് ചെയ്യുന്നത്, ഹാരോ-ഡോമർ ഗ്രോത്ത് മോഡൽസ് എന്ന് പറയുന്നത് ഫോർമുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് കംസ് ദ സോളോ മോഡൽ. സോളോ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി 3 കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ക്യാപിറ്റൽ സ്റ്റോക്ക് മാക്സിമം ഒറിജിനേറ്റ് ചെയ്യുക, ടെക്നോളജി മാക്സിമം ബ്ലെൻഡ് ചെയ്യുക, അതേപോലെ തന്നെ നമ്മൾ ബേസിക്കലി ലേബർ ഫോഴ്സ് മെക്കാനിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള ക്യാപിറ്റൽ റിസോഴ്സസിനെ പൂർണ്ണമായി ഉപയോഗിക്കുക, അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജീസ് കൃത്യമായി എംപ്ലോയ് ചെയ്യുക, ലേബർ ഫോഴ്സ് മെക്കാനിസം, നമുക്കറിയാം വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ് നമ്മളുടെ എക്കോണമിയിലുള്ളത്. സോ ഇൻഡിവിജ്വൽസിനെയും നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ഒറിജിനേറ്റ് ചെയ്യുക. ഇതിന്റെ അസംഷൻസ് എന്തൊക്കെയാ വെച്ചാൽ 2 ഫാക്ടേഴ്സ് ആണുള്ളത്, അതായത് ലേബർ ആൻഡ് ക്യാപിറ്റൽ, ഇങ്ങനെ 2 ഫാക്ടേഴ്സ് ആണ് നമുക്കുള്ളത്. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് നമ്മളുടെ എക്കോണമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ലേബർ ആൻഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ആണ്. ലേബറിന് പകരം ക്യാപിറ്റലോ ക്യാപിറ്റലിന് പകരം ലേബറോ ഒക്കെ നമുക്ക് എംപ്ലോയ് ചെയ്യാനായിട്ട് സാധിക്കും. മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡിമിനിഷിംഗ് ആണ്, അത് ഫോളിംഗ് ആണ്. അതേപോലെ തന്നെ നമുക്ക് സേവിംഗ് റേഷ്യോ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. നമ്മുടെ രാജ്യത്ത് നമുക്ക് എപ്പോഴും സേവിംഗ് പ്രൊപ്പൻസിറ്റി ഉണ്ടാവും, ആൾക്കാർക്ക് സേവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതെപ്പോഴും എന്താണ്, ഒരേ രീതിയിലാണ്, അത് കൂടുകയും ഇല്ല കുറയുകയും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അത് ശരിക്കും അബ്സ്റ്റന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, കാരണം നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ഇൻ എ കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ, കീപ്സ് ഓൺ ഫ്ലക്ച്വേറ്റ്. അടുത്തത്
ഒരു ക്ലോസ്ഡ് എക്കോണമിയാണ് വരുന്നത്. നോ എക്സ്റ്റേണൽ റിലേഷൻ. അടുത്തത് ഗവൺമെന്റിന്റെ റോൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് കൺസിഡേർഡ്. സോ ഇവിടെ നമ്മൾ ബേസിക്കലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോപ്പുലേഷൻ ഗ്രോത്തിനും അതേപോലെ തന്നെ ടെക്നോളജിക്കൽ പ്രോഗ്രസിനുമാണ്. സോ ഇവിടെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് വരുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ആംബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് എന്ന് പറയുന്നതും പോപ്പുലേഷൻ ഹൈക്ക് എന്ന് പറയുന്നതും ടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ വർദ്ധിച്ചു വരുന്ന പോപ്പുലേഷനെ നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനൊന്ന് ഒറിജിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാസീവ് ആയിട്ടുള്ള പ്രോബ്ലംസിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഈ അവൈലബിൾ ആയിട്ടുള്ള പോപ്പുലേഷനെ കൃത്യമായിട്ടുള്ള രൂപത്തിൽ ഹോൾഡ് ചെയ്യുക, അതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഈ പോപ്പുലേഷൻ ഹൈക്ക് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത് നമ്മൾ ചാനലൈസ് ചെയ്യുകയും പ്രൊഡക്റ്റീവ് ആക്കി പ്രൊഡക്ഷൻ മേഖലകളിലേക്ക് നമ്മൾ തിരിക്കുകയുമാണ് ആവശ്യം. ഇനി ഇവരുടെ ഗ്രോത്ത് മോഡൽസ് എങ്ങനെയാണ് നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ y is a function of L, K ആണ്. y എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് GDP. L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേബർ ഫോഴ്സ് അല്ലെ ലേബർ ഫാക്ടർ. K എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ. അതായത് ഒരു രാജ്യത്തിന്റെ GDP എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ഫാക്ടേഴ്സ് എംപ്ലോയ് ചെയ്തിട്ടാണ്. ഒന്ന് ലേബറും മറ്റൊന്ന് ക്യാപിറ്റലും. ഈ ലേബറും ക്യാപിറ്റലും വളരെ എഫിഷ്യന്റ് ആയി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് പ്രൊഡക്ടിവിറ്റി കോൺസെപ്റ്റ് വരും എന്നുള്ളതാണ് ആര് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്? സോളോ മാർക്ക് ചെയ്യുന്നു. ഇനി ഇവരുടെ ഈ ഒരു നൊട്ടേഷൻ എടുത്താൽ നമുക്ക് ഇവിടെ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് y is a function of LK ആണ്. സോ നമ്മളിവിടെ നമുക്ക് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. ഇത് റെപ്രസെന്റ് ചെയ്യാൻ y by L is equal to f of L by L, K by L. So y by L is equal to f of 1, K by L ആണ്. y by L എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പെർ വർക്കർ ആണ്. K by L എന്ന് പറയുന്നത് ക്യാപിറ്റൽ പെർ വർക്കർ. അതായത് ഓരോ വർക്കർ എംപ്ലോയ് ചെയ്യുന്ന സമയത്തും വാട്ട് ഇസ് ദ ക്യാപിറ്റൽ ജനറേറ്റഡ്, അതിനെയാണ് ക്യാപിറ്റൽ പെർ വർക്കർ. ഓരോ ലേബറേഴ്സിനെയും നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന സമയത്ത് വാട്ട് ഇസ് ദ ഔട്ട്പുട്ട്, അതാണ് y by L കൊണ്ട് നമ്മൾ നോട്ടേറ്റ് ചെയ്യുന്നത്. സോളോ ഗ്രോത്ത് മോഡലിനെ നമ്മൾ ബേസിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ ഇത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്യാപിറ്റൽ പെർ വർക്കർ ആണ്. and here we have the output per worker. y is a function of k എന്നുള്ള നൊട്ടേഷൻ വെച്ചാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇവിടെ പറയുന്നത് ക്യാപിറ്റൽ ഇങ്ങനെ കൂടുന്നു, ഔട്ട്പുട്ട് ഇത്രയാകുന്നു. അഗെയിൻ ക്യാപിറ്റൽ വീണ്ടും കൂടുന്നു, ഔട്ട്പുട്ട് കൂടുന്നു. ക്യാപിറ്റൽ വീണ്ടും കൂടുന്നു, ഔട്ട്പുട്ട് പ്രപ്പോർഷൻ കൂടുന്നു എന്നാണ്. സോ ആസ് ദ ക്യാപിറ്റൽ ഗോസ് ഓൺ ഇൻക്രീസിങ്, ഔട്ട്പുട്ട് ഓൾസോ ഗോസ് ഓൺ ഇൻക്രീസിങ് എന്നാണ് പറയുന്നത്. പക്ഷെ എന്തിനും എന്തുണ്ട്, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ലെവൽ ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒക്കർ ചെയ്യുന്നുണ്ട്. അതിലും അപ്പുറമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് എന്ത് സംഭവിക്കില്ല, എക്കണോമിക് ഗ്രോത്ത് എത്രത്തോളം നമ്മൾ പ്രൊഡക്ടിവിറ്റിയിലേക്ക് ആഡ് ചെയ്താലും എക്കണോമിക് പൊട്ടൻഷ്യാലിറ്റി എന്ന് പറയുന്നത് വരാനുള്ള സാധ്യതയില്ല. ക്യാപിറ്റൽ സ്റ്റോക്കിനെ ബേസിക്കലി രണ്ട് ഫാക്ടേഴ്സ് ആണ് ഗവേൺ ചെയ്യുന്നത്. ഒന്ന് ഇൻവെസ്റ്റ്മെന്റും മറ്റൊന്ന് ഡിപ്രിസിയേഷനും. നല്ല ആംബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ നല്ല ആംബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ടെൻഡൻസീസ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരിക്കണം. ഡിപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മുടെ ക്യാപിറ്റൽ സ്റ്റോക്കിലെ വെയർ ആൻഡ് ടയറിനെയാണ് ഡിപ്രിസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡിപ്രിസിയേഷൻ മെക്കാനിസം ഒരുപാട് വലിയ രീതിയിൽ തേയ്മാനം വരികയാണെങ്കിൽ അതും എന്ത് സാധിക്കും, പ്രോബ്ലംസിലേക്ക് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് നമുക്ക് ഒരു സ്റ്റെബിലിറ്റി ഒറിജിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ആ സ്റ്റെബിലിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. അടുത്തത് ഗോൾഡൻ റൂൾ ആണ്. ഗോൾഡൻ റൂൾ ഓഫ് സോളോ അല്ലെങ്കിൽ ഗോൾഡൻ റൂൾ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയും. അതായത് നമ്മൾ എപ്പോഴും ഹയസ്റ്റ് ലെവൽ ഓഫ് കൺസംഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഗോൾഡൻ റൂളില് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്.
നമ്മൾ ഇതിനെ കെ സ്റ്റാർ എന്നുള്ള നൊട്ടേഷൻ വെച്ചാണ് മാർക്ക് ചെയ്യുന്നത്. അവിടെ ബേസിക്കലി നമ്മൾ പറയുന്നത് നമുക്ക് ക്യാപിറ്റൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കണം. പോളിസി മേക്കേഴ്സ് ആണ് ഈ ഒരു ക്യാപിറ്റൽ ഗ്രോത്ത് മെക്കാനിസം അല്ലെങ്കിൽ ക്യാപിറ്റൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഫോർമുലേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് ഒറിജിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ വെച്ച് അത് പ്രോപ്പറായി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായി പറ്റുന്നില്ലെങ്കിൽ അതും എന്തിനുള്ള ഒരു സാധ്യതയുണ്ട്, ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്കെനാരിയോയിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അത് ഗ്രോത്ത് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആയിക്കൊള്ളട്ടെ, അതിനെ പൂർണ്ണ രൂപത്തിൽ എംപ്ലോയ് ചെയ്യുക. ആ ഫോർമുലേഷൻ വെച്ച് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രൊസീഡ് ചെയ്യുക. അപ്പൊ നമ്മളിന്ന് പഠിച്ചത് 2 ഗ്രോത്ത് മോഡൽസ് ആണ്. ഒന്ന് ഹാരോഡോമർ മോഡൽ, RF ഹാരോഡും ED ഡോമറുമാണ്. ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത് ഹാരോഡോമർ ഗ്രോത്ത് മോഡലാണ്. ടുവേർഡ്സ് എ ഡൈനാമിക് എക്കണോമിക്സ് 1948, Essays in the Theory of Economic Growth 1957. ക്യാപിറ്റൽ അക്യുമുലേഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അസംഷൻസ് പറഞ്ഞു, ഫുൾ എംപ്ലോയ്മെന്റ്, ഗവൺമെന്റ് ഡിഫറൻസ് ഇല്ല, എക്സോജീനിയസ് ലാക്സ് ഇല്ല, APS ഈക്വൽസ് MPS, ഇൻകം, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് സേവിംഗ് പ്രപ്പോർഷൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സ്റ്റഡി ഗ്രോത്ത് കിട്ടുമോ, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, നാച്ചുറൽ ഫാക്ടർ സീലിംഗ് എങ്ങനെയാണ് മുതലായ കാര്യങ്ങളാണ് അവിടെ നമ്മൾ ഓഗ്മെന്റേഷൻ കൊടുക്കുന്നത്. 3 തരത്തിലുള്ള ഫാക്ടേഴ്സ് ആണ്. ആക്ച്വൽ ഗ്രോത്ത് റേറ്റ്, വാറന്റഡ് ഗ്രോത്ത് റേറ്റ്, നാച്ചുറൽ ഗ്രോത്ത് റേറ്റിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അടുത്ത നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നൊട്ടേഷനിലേക്ക് മൂവ് ചെയ്തിരിക്കുന്നത് വാറന്റഡ് ഗ്രോത്ത് റേറ്റ് ആണ്. വാറന്റഡ് ഗ്രോത്ത് റേറ്റിന്റെ ഇക്വേഷണൽ ഫോംസ് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് ആണ്. നമ്മുടെ രാജ്യത്ത് നമ്മൾ നാച്ചുറൽ റിസോഴ്സസിനെ എംപ്ലോയ് ചെയ്യുന്ന സമയത്ത് വാട്ട് ഇസ് എ പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഗ്രോത്ത് കണ്ടീഷൻ, അതാണ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്. Then we went with the ഡൊമാർ മോഡൽ. ഹാരോഡും ഡോമറും തമ്മിലുള്ള ഡിഫറൻസസ് നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്തു. Then we went with the സോളോ മോഡൽ. സോളോ മോഡലിലേക്ക് നമ്മൾ ടാബുലേറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ സ്റ്റോക്ക്, ടെക്നോളജി, വർക്ക് ഫോഴ്സ് പൊട്ടൻഷ്യാലിറ്റി എങ്ങനെയാണെന്നുള്ളതാണ് അസംഷൻസ് നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ പോയത് ഗ്രാഫിക്കൽ മെത്തേഡ്സിലേക്കാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഗോൾഡൻ റൂൾ, ഹയസ്റ്റ് ലെവൽ ഓഫ് കൺസംഷനെ കുറിച്ചാണ് ഗോൾഡൻ റൂൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് ഈ 2 മോഡൽസുമായി റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. ഇനി ആക്ച്വലി അപ്പൊ നമ്മളുടെ ആ ഒരു ഏരിയ കഴിഞ്ഞിട്ടുണ്ട്. മോഡൽസിന്റെ ഏരിയാസ് എല്ലാം തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കുള്ളത് മണി ആൻഡ് ബാങ്കിങ്. മണി ആൻഡ് ബാങ്കിങ് വളരെയധികം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതായത് C1 എന്താ, C2 എന്താ, C3 എന്താ, C4 എന്താ, അങ്ങനെ മുതലായിട്ടുള്ള റിസർച്ച് ചോദിക്കും. അതേപോലെ തന്നെ ഇപ്പൊ മെർജർ ചെയ്തിട്ടുള്ള ബാങ്ക്സ് അത് ചോദിക്കും. പിന്നെ പ്രസന്റ് ആയിട്ടുള്ള CRR, SLR, ബാങ്ക് റേറ്റ്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി മുതലായ കാര്യങ്ങൾ, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് പഠിച്ചിരിക്കണം. പബ്ലിക് ഫിനാൻസിന്റെ മേഖലയിലേക്ക് വന്ന അവിടെ പബ്ലിക് ഫിനാൻസ് എന്നുള്ള ഒരു ടോപ്പിക് മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷെ അതിന്റെ അകത്ത് പബ്ലിക് എക്സ്പെൻഡിച്ചറും പബ്ലിക് റവന്യൂവും ഒക്കെ കടന്നു വരുന്നുണ്ട്. സോ നമ്മൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ദെൻ അതിൽ തന്നെ പല രീതിയിലുള്ള ക്യാനൻസ് ഒക്കെ വരുന്നുണ്ട്. ഇനി തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡിലേക്ക് വന്ന ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ HO അങ്ങനെയുള്ള കുറെ മോഡൽസ് പഠിക്കാനുണ്ട്, കുറെ പഠിക്കാനുണ്ട് അതിന്റെ അകത്ത്. പിന്നെ അവര് തന്നെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞ് കുറച്ച് സെലക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം മോസ്റ്റ് പ്രോബബ്ലി അത് മാത്രമായിരിക്കും ചോദിക്കുന്നതെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇന്റർനാഷണൽ ട്രേഡ് എന്നും തന്നിട്ടുണ്ട്, ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് ഏതൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ സെലക്ടഡ് ആയിട്ടുള്ള തിയറീസിൽ നിന്ന് തന്നെ ചോദ്യം വരണ്ടാവുള്ളൂ. അതിന്റെ അകത്ത് സ്മിത്തിന്റെ തിയറി വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്മിത്തിനെ ഡീറ്റെയിൽ ഔട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് റിക്കാർഡോന്റെ തിയറി വരുന്നത്. Then there comes HO തിയറി, പിന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ്, പിന്നെ ഫോംസ് ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ, റീജിയണൽ ഡെവലപ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. പിന്നെ ISLM ആണ്. ഇത്രയും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ ഫിനിഷ്ഡ് ആയി. ഹാരോഡോമർ മോഡൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹാരോഡോമർ മോഡൽ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ കണ്ടീഷൻസ് എല്ലാം തന്നെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധ്യമാവുള്ളൂ. So I hope this is clear for all. Thank you.